കുട്ടികളെ നമ്മൾ ഇപ്പോൾ എക്കണോമിക്സ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ PPC വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ PPC വരക്കുന്നത് നോക്കുക. ഇത് PPCയുടെ ഷിഫ്റ്റ് വിഭവങ്ങളുടെ വളർച്ച സംഭവിക്കുമ്പോഴാണ് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ആവുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, കോവിഡ് കാലഘട്ടത്തിൽ ഈ ഇന്ത്യൻ ഇക്കോണമിയുടെ PPCയിൽ എന്ത് സംഭവിച്ചു? ഇത് ഒറിജിനൽ PPC ആണെങ്കിൽ ഇടത്തോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ വിഭവങ്ങളുടെ വളർച്ച വരുമ്പോഴാണ് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ആവുന്നത്. ഈ PPCയുടെ മുകളിലുള്ള ഓരോ പോയിൻറ്സും കാണിക്കുന്ന ഇഫക്റ്റീവ് പ്രൊഡക്ഷൻ യൂണിറ്റാണ്. വിഭവങ്ങളുടെ പൂർണ്ണമായ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുന്നത്. 2 ഗുഡ്സ്, ഗുഡ് 1 ആൻഡ് ഗുഡ് 2 പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പോയിൻ്റ് മുകളിൽ. ഈ QRS എന്നൊക്കെയുള്ള പോയിൻ്റ്, U എന്നുള്ള പോയിൻ്റ് കാണിക്കുന്ന ഇന്നെഫിഷ്യൻ്റ്, കാര്യക്ഷമമല്ലാത്ത വിഭവങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ ഉൽപ്പാദനമാണ് കാണിക്കുന്നത്. വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യക്ഷമമല്ലാത്ത പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനമാണ് കാണിക്കുന്നത്. ഇത് വിഭവങ്ങളുടെ വളർച്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ് എന്ത് ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് അത്യാവശ്യമുള്ള സാധനം നമ്മൾ ആദ്യം ഉൽപ്പാദിപ്പിക്കണം. ഹൗ ടു പ്രൊഡ്യൂസ് ടെക്നിക്കോ പ്രൊഡക്ഷനാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഫോർ ഹോം ടു പ്രൊഡ്യൂസ് വിഭവങ്ങളുടെ വിതരണമാണ് ഉദ്ദേശിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പൈസ കയ്യിലുള്ളവർക്കാണ്. പൈസ എങ്ങനെ കയ്യിലെട്ടുക? വിഭവങ്ങൾ വിതരണം ചെയ്തെത്തുമ്പോഴേക്കാണ്. അതായത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ, റെൻറ്റ്, വേജസ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എന്ന രീതിയിൽ ഉൽപ്പാദന പ്രക്രിയയുടെ ഭാഗമാകുമ്പോൾ റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉൽപ്പാദനം നമുക്ക് വരുമാനം കിട്ടുന്ന വിഭവങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യലിസം, ക്യാപിറ്റലിസം, അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസം, ക്യാപിറ്റലിസം, മിക്സ്ഡ് ഇക്കോണമി, ഇതിൻ്റെ ഒരു സവിശേഷതകൾ. സോഷ്യലിസം ചിലപ്പോൾ ഉപയോഗിക്കുന്നത് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, ആസൂത്രിതമായൊരു സമ്പദ് വ്യവസ്ഥ. അതുപോലെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ചിലപ്പോൾ ഉപയോഗിക്കുന്നത്, ക്വസ്റ്റ്യൻ വരുന്നത് കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി എന്നൊക്കെ ആയിരിക്കും. മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഇതിൻ്റെ സവിശേഷതകളൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് ലാസ്റ്റ് നിമിഷം നോക്കിക്കോളൂ. അതുപോലെ മൈക്രോ മാക്രോ ഡിഫറൻസസ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും വ്യത്യാസപ്പെടുന്നത്. ഇത് ഇപ്പോൾ മൈക്രോ ഇക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയാണ്. ഇതിനപ്പുറം ഇവിടുന്ന് ചോദിക്കാൻ അധികം ഇല്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. PPC വരക്കുന്ന കാര്യം, PPCയുടെ ഷിഫ്റ്റ്, അതുപോലെ തന്നെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. പിന്നെ എക്കണോമിസ്റ്റുകളുടെ പേരൊന്ന് നോക്കണേ. അതായത് നമ്മുടെ ആഡം സ്മിത്ത്, ഫാദർ ഓഫ് എൻ ഇക്കണോമി, ഇതിപ്പം ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. എങ്ങനെ ചോദിച്ചാലും ആ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ബുക്ക് വെൽത്ത് ഓഫ് നേഷൻ, ബുക്കിൻ്റെ പേര് 1776 പബ്ലിഷ് ചെയ്ത വർഷം, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കണേ. അതുപോലെ മൈക്രോ ഇക്കണോമിക്സ് നമ്മൾ മലയാളത്തിൻ്റെ ഒരു ബുക്ക് സംഘടിപ്പിച്ചിട്ട് നോക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ യൂട്ടിലിറ്റി എന്നുള്ള ഭാഗം ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്. ഉപയുക്തത, ഒരു വ്യക്തിയുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സാധനത്തിൻ്റെ സേവനത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ ഉപയുക്തത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി കർവ് വരക്കുന്ന കാര്യം നമ്മളൊന്ന് ഓർക്കണേ. അതായത് ഇപ്പം കുറച്ച് കാലമായിട്ട് ഇത് ചോദിക്കുന്നുണ്ട്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിൻ യൂട്ടിലിറ്റി കർവ്, ഇതൊക്കെ നോക്കിയേ. ടോട്ടൽ യൂട്ടിലിറ്റി കർവ്, നമ്മൾ ഓരോ വസ്തുക്കൾ അധിക യൂണിറ്റ് ഉപയോഗിച്ച് വരുമ്പോഴും യൂട്ടിലിറ്റി ആദ്യം കൂടി ടോപ്പിലെത്തി പിന്നെ കുറയുന്നു. അപ്പോൾ ഈ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം എത്തുന്ന സമയത്ത് മാർജിൻ യൂട്ടിലിറ്റി 0 ആവുന്നു, പിന്നെ മൈനസിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഒന്ന് മനസ്സിലേക്ക് ഓർത്ത് വെച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടതാണ് ഇൻഡിഫറൻസ് കർവ് വരക്കാൻ അറിയാലോ. ഇൻഡിഫറൻസ് കർവ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. കോൺവെക്സ് ആണ്, കോൺകേവ് അല്ല, കോൺവെക്സ് ടു ദ ഒറിജിൻ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഹയർ ഇൻഡിഫറൻസ് കർവ് ഗേവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇതത് ഇപ്പോൾ ഒരു കളക്ഷൻ ഓഫ് എൻ ഇൻഡിഫറൻസ് കർവ്, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇതാണ് IC1, ഇൻഡിഫറൻസ് 1, 2, 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഇൻഡിഫറൻസ് കർവ് ഓർത്ത് വെക്കുക. മാറിപ്പോയത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, പിന്നെ നവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ, ഒരിക്കലും കൂട്ടിമുട്ടൂല. പിന്നെ കൂട്ടിമുട്ടൂല എന്നുള്ളതിൻ്റെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് വരക്കാം. പിന്നെ ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ബജറ്റ് വരുമ്പോൾ ബജറ്റ് ലൈൻ ഇക്വേഷൻ ഓർത്ത് വെക്കണേ. P1x1 + P2x2 = M. ഈ ബജറ്റ് ലൈൻ ഇക്വേഷനാണ് ഈക്വൽ ടു M എന്ന് വരുന്നത്. ഇക്വേഷൻ ഇത് ഓർത്ത് വെക്കുക, മാറിപ്പോകരുത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും അതായത് എക്സ് ആക്സിസിൽ മുട്ടുന്ന പോയിൻ്റാണ് M/P1, വൈ ആക്സിസിൽ മുട്ടുന്ന പോയിൻ്റ് M/P2. ഓക്കെ, M/P1 ആൻഡ് M/P2 എന്നുള്ള ഇത് ഓർത്ത് വെക്കണേ. എക്സ് ആക്സിസിൽ മുട്ടുന്നത് M/P1 ആൻഡ് വൈ ആക്സിസിൽ മുട്ടുന്നത് M/P2 എന്നുള്ള പോയിന്റ്. വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ് ആണ് ഗുഡ് 2 എന്ന് പറയുന്നത് നമ്മൾ.
അപ്പോൾ ബജറ്റ് ലൈൻ വരക്കാൻ, അതുപോലെ ബജറ്റ് ലൈൻ്റെ ഷിഫ്റ്റൊക്കെ, അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ബജറ്റ് ലൈൻ വലതുവശത്തേക്ക് ഷിഫ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ഇൻകം കുറയുമ്പോൾ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുഡിൻ്റെ വിലയിൽ മാറ്റം വരുമ്പോൾ, ഇപ്പോൾ ഗുഡ് 1ൻ്റെ വില കുറയുകയാണെങ്കിൽ എക്സ് ആക്സിസിന് മാത്രം സ്വിങ്സ് അപ്വേഡ്, ഗുഡ് 1ൻ്റെ വില കുറഞ്ഞാൽ എക്സ് സ്വിങ്സ് അപ്വേഡ്. അല്ല ഇതാ ഒറിജിനൽ ബജറ്റ് ലൈനെങ്കിൽ ഗുഡ് 1ൻ്റെ വില കൂടിയാൽ ഇങ്ങോട്ട്, ഗുഡ് 2ൻ്റെ വിലയിൽ മാറ്റമില്ലാത്തതുകൊണ്ട് ഇവിടെ മാറ്റമില്ല. അതേപോലെ തന്നെ തിരിച്ചും ഗുഡ് 2ൻ്റെ കേസിൽ നമുക്ക് വരക്കാം. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. പിന്നെ ഇതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം, ഈ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെക്കണേ. ഇതാ ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം. ഈ പോയിന്റിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പും ബജറ്റ് ലൈൻ്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് ഏതാ? മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, MRS അല്ലേ. ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പും വരെ ഇതാണ്. എന്നാൽ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പോ -P1/P2 അല്ലേ. ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് ഇത്. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ഇതൊരു 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ബജറ്റ് ലൈൻ എന്താണെന്ന് എഴുതാം, ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് എഴുതാം, ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി എഴുതാം, ഗ്രാഫ് വരക്കാം. ഈ ഒരു കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണേ. Δx2/Δx1 ചേഞ്ച് ഇൻ ഗുഡ് 2 ടു ചേഞ്ച് ഇൻ ഗുഡ് 1, അതാണ് ഇത് കാണിക്കുന്നത്. അതായത് ഒരു യൂണിറ്റ് ഗുഡ് 2ൽ മാറ്റം വരുമ്പോൾ ഗുഡ് 1ൽ എത്ര മാറ്റം വരും, അല്ലെങ്കിൽ അധിക യൂണിറ്റ്, ഒരു യൂണിറ്റ് അധികമായി ഗുഡ് 2 ഉപയോഗിക്കുമ്പോൾ ഗുഡ് 1 എത്ര നമുക്ക് ഗിവ് അപ്പ് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം. അങ്ങനെ ഡീറ്റെയിൽ ആയി ഒന്നും ഓർക്കാൻ പറ്റില്ല. ഈ പോയിന്റ് ഓർക്കുക, അതായത് ഇക്വിലിബ്രിയം പോയിന്റ്. ഇവിടെ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ്, മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും, അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ്, ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ്, ഇത് ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ്, ഇത് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇത് വരക്കാൻ വളരെ സിമ്പിളാണ്, വരക്കാൻ നമുക്ക് പറ്റും. അതുപോലെ ലോ ഓഫ് ഡിമാൻഡ്, അതൊക്കെ അല്ലേ. അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ചോദനത്തിലെ മാറ്റങ്ങൾ ഇതൊന്ന് ഓർക്കണേ. അതായത് വിലയിൽ മാറ്റം വരുന്നതിൻ്റെ ഫലമായി വില വർദ്ധിക്കുമ്പോൾ ചോദനം കുറയുന്നു അല്ലേ. അപ്പോൾ ചോദനത്തിൻ്റെ സങ്കോചം ഉണ്ടാവുന്നു. വില വർദ്ധിക്കുമ്പോൾ ചോദനം കുറയുന്നു, ചോദനത്തിൻ്റെ സങ്കോചം. എന്നാൽ വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുന്നു, അത് ചോദനത്തിൻ്റെ വികാസം. എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, വിലയിൽ വരുന്ന മാറ്റത്തിൻ്റെ ഫലമായി ചോദനത്തിൽ വരുന്ന മാറ്റമാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അത് ഒരേ ഡിമാൻഡ് കർവ് തന്നെയാണ് നമ്മൾ വരയ്ക്കുക. എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ചോദന കുറയുന്നത്. ചോദന കുറയുമ്പോഴാണ് ബിയിൽ നിന്ന് എയിലേക്ക് പോവുക, ചോദന കൂടുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് വരും. എന്നാൽ അതേസമയം വില ഇതര ഘടകങ്ങളിൽ അനുകൂലമായി മാറ്റം വന്ന് ചോദന വർദ്ധിക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, അപ്പോൾ ഷിഫ്റ്റ് സംഭവിക്കും. ഈ ഡിമാൻഡ് കർവ് നിന്ന് ഇപ്പുറത്തേക്ക് വരും, D1 വരും. എന്നാൽ വില ഇതര ഘടകങ്ങൾ പ്രതികൂലമായി മാറ്റം വന്നിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുവാണെങ്കിൽ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ആവും. ഡിന്ന് D2 ആയിട്ട് ബാക്കോട്ട് ഷിഫ്റ്റ് ആവുന്നത്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിലാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസിങ് വരുന്നത്. ചോദന വർധനവ്, ചോദന കുറവ്, ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ഓക്കെ, അത് വില ഇതര ഘടകങ്ങളിൽ മാറ്റം വരുമ്പോഴാണ് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്ക് ഷിഫ്റ്റ് ആവുന്നത്. വിലയിൽ മാറ്റം വന്നതിൻ്റെ പരമായിട്ടുണ്ടാവുന്നതാണ് വികാസവും സങ്കോചവും. ഓർക്കണം, വികാസം, സങ്കോചം, വർധനവ്, കുറവ് എന്നുള്ളത് ഒരേ ടേമല്ല. എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഇൻക്രീസും ഡിക്രീസും ആണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ചോദന വക്രത്തിൻ്റെ ചാട്ടം എന്ന് കാണുന്നില്ലേ മലയാളത്തിൽ. അപ്പോൾ അതൊന്ന് നോക്കേണ്ടതാണ്. എപ്പോഴും കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് മൈക്രോ എക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിസിറ്റി, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, അതുപോലെ മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക് എന്നൊക്കെയുള്ള ഈ ഗ്രാഫ് നമ്മൾ ഓർത്ത് വെക്കുക. മോർ ഇലാസ്റ്റിക് ആണിത്, ഇലാസ്റ്റികത ഉണ്ട്. ഇതുപോലെ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി 1 ആയിട്ട് വരുന്നതാണ് ലെസ് ഇലാസ്റ്റിക്. അതേപോലെ തന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് വരുന്നുണ്ട്, ഇലാസ്റ്റിക്കും വരുന്നുണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വരുമ്പോഴാണ് ഇങ്ങനെ എക്സ് ആക്സിസിന് പാരലായിട്ട് വരക്കുന്നു. ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി. 0 ഇലാസ്റ്റിസിറ്റി വരുമ്പോൾ ഇലാസ്റ്റിസിറ്റി Y ആക്സിസിന് പാരലായിട്ട് വരുന്നു. അതുപോലെ ഇലാസ്റ്റികത മെഷർ ചെയ്യുന്നത് പെർസെൻറ്റേജ് മെത്തേഡ്. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ΔQ/ΔP ഇൻറ്റു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഇൻറ്റു P/Q. ഈ P/Q എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ പ്രൈസും ആദ്യത്തെ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് വേണം P0/Q0 എന്നൊക്കെ ഓർക്കുക, തെറ്റിക്കരുത്. പിന്നെ ഇതുപോലെ ഡയഗ്രമാറ്റിക്കലി നമ്മൾ മെഷർ, ഇതൊന്നും മനസ്സിൽ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, തിയറിയൊന്നും പഠിക്കുന്നില്ലെങ്കിൽ. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ് വരുമ്പോൾ ഇവിടെ നടുക്ക് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്, ഏറ്റവും മുകളിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അത് ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ഇത് മുകളിലോട്ട് ഇങ്ങനെ 0 ഇലാസ്റ്റിസിറ്റി, ഇത് മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് കിട്ടും. എക്സാമിന് ചിലപ്പോൾ ഈ ഗ്രാഫ് തന്നെ വരച്ചിട്ട് മാർക്ക് ചെയ്യാനൊക്കെ ചോദിച്ചേക്കാം കേട്ടോ, അത് വിട്ടു പോകരുത്. പിന്നെ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഈ എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ടായി മാറുന്ന പ്രോസസ്സ് പ്രൊഡക്ഷൻ, അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
ഇത് പ്രൊഡക്ഷൻ ഫങ്ഷൻ ക്വാണ്ടിറ്റി ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. അതുപോലെ ഐസോകോണ്ട് ഇൻഡിഫറൻസ് കർവ് പഠിച്ചതുപോലെ അതേ ലൈനിൽ വരക്കാൻ പറ്റുന്നതാണ് ഈക്വൽ പ്രോഡക്റ്റ് കർവ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ എന്നുള്ള ടൈം പ്രത്യേകം ഓർക്കുക. ഹ്രസ്വ കാലയളവ് എല്ലാ നിവേശങ്ങളിലും മാറ്റം വരുത്താൻ പറ്റാത്ത കാലയളവാണ് ഹ്രസ്വ കാലയളവ്. അപ്പോൾ ഹ്രസ്വ കാലയളവിൽ വേരിയബിൾ ഇൻപുട്ടും ഉണ്ടാവും, ഫിക്സഡ് ഇൻപുട്ട്, വിഭേദക വസ്തുക്കളുണ്ടാവും, അല്ലാതെ അതുപോലെ സ്ഥിര നിവേശങ്ങളും ഉണ്ടാവും. ഹ്രസ്വ കാലയളവ്. ദീർഘകാലയളവ് എന്ന് പറഞ്ഞാൽ എല്ലാ നിവേശങ്ങളും എല്ലാ ഇൻപുട്ടിലും മാറ്റം വരുത്താൻ പറ്റുന്ന കാലയളവാണ് ലോങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ലോങ് പീരീഡും ഷോർട്ട് പീരീഡും വേരിയബിൾ ഇൻപുട്ടും ഫിക്സഡ് ഇൻപുട്ടും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ എന്താ ഫിക്സഡ് ഇൻപുട്ട്? ഹ്രസ്വ കാലയളവിൽ മാറ്റം വരുത്താൻ പറ്റാത്ത ഇൻപുട്ടാണ് ഫിക്സഡ് ഇൻപുട്ട്. ഹ്രസ്വ കാലയളവിൽ മാറ്റം വരുത്താൻ പറ്റാത്ത ഇൻപുട്ട്, ഹ്രസ്വ കാലയളവിൽ മാറ്റം വരുന്നത് വേരിയബിൾ ഇൻപുട്ട്. ദീർഘകാലയളവിലും ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്ടും വേരിയബിളാണ്. ലോങ് റണ്ണിൽ എല്ലാ നിവേശങ്ങളിലും മാറ്റം വരുത്തും. അപ്പോൾ എല്ലാ നിവേശങ്ങളിലും മാറ്റം വരുത്താൻ പറ്റുന്ന കാലയളവാണ് ലോങ് റണ്ണ്. അതുപോലെ തന്നെ നമ്മൾ ടി പി, എ പി, എം പി, എ പി എന്ന് പറയുമ്പോൾ ടി പി ബൈ ലേബർ, ടി പി ബൈ ലേബർ എന്നുള്ളിടത്ത് ടി പി ബൈ ഇൻപുട്ട് എന്ന് കണ്ടാലും ഓർക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഗ്രാഫ് ഓർക്കുക, നമ്മുടെ മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചതാണ്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം വരക്കുന്ന മാറിപ്പോകരുത്. 5 മാർക്കിനോ കൂടുതലൊക്കെ ചോദിച്ചേക്കാം. ഇൻക്രീസിങ്, ഡിമിനിഷിങ് ആൻഡ് നെഗറ്റീവ്. അതുപോലെ ടി പി എം പിയും തമ്മിലുള്ള റിലേഷനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. വരക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വിട്ടുപോകരുത്, മാറിപ്പോകരുത്. പിന്നെ ഈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേറെ ഒന്നാണ് ഇതാ നോക്കിയേ, ടി സി, ടി വി സി, ടി എഫ് സി. ടി എഫ് സിൻ്റെ ഷേപ്പ് നോക്കിയേ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരക്കുന്ന ഇവിടെ ടേബിൾ തന്നെ നോക്കി ഒരു ടി എഫ് സിയെ തരണ്ടു, ബാക്കിയെല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ. ആൻഡ് ദെൻ ടി സി എന്ന് പറഞ്ഞാൽ ടി എഫ് സിയും ടി വി സിയും കൂടി കൂട്ടിയതാണ്. അപ്പോൾ ഇതാ ഈ ഗ്രാഫ് ഓർക്കുക, ഇതിൻ്റെ ഷേപ്പാണ് ഇൻവേർട്ടഡ് ഷേപ്പ്. ഈ ടി വി സി സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഓഫ് ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടി സി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ടി എഫ് സിയുടെ പോയിന്റിൽ നിന്നാണ് ടി സി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ടി സിയും ടി വി സിയും ഇൻവേർട്ടഡ് എസ് ഷേപ്പ് കർവാണ്, തിരിച്ചിട്ട ഒരു എസ് പോലെ. ഇത് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഈ ഗ്രാഫ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഇക്വേഷൻസൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. എ എഫ് സി റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ഷേപ്പ് നമ്മൾ മുന്നേ മോഡൽ എക്സാമിൻ്റെയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എ എഫ് സിയുടെ ഷേപ്പ് ഇതാ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ഷേപ്പ്. വരക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വരക്കേണ്ടത്. പിന്നെ ഈ ടേബിൾ ഫില്ല് ചെയ്യുന്ന ഓർത്തത് ടി എഫ് സി നോക്കിയേ ഒരേ വാല്യൂ വരുന്നു. ടി വി സിയും ടി എഫ് സിയും കൂട്ടിയതാണ് ടി സി വരുന്നത്. എ എഫ് സി എന്ന് പറഞ്ഞാൽ ടി എഫ് സിനെ ഈ ഉൽപ്പന്നം കൊണ്ട് ഹരിച്ചത്, ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ എ എഫ് സി കിട്ടും. എന്നാൽ എ വി സി കിട്ടാനോ ടി വി സിനെ ഈ ഉൽപ്പന്നം കൊണ്ട് ഹരിച്ചാൽ മതി. എ എഫ് സിയും എ വി സിയും കൂടി കൂട്ടിയാൽ എ സി കിട്ടും. എം സിയോ ചേഞ്ച് ഇൻ ടി സി ആണ്. ടി സിയിൽ വരുന്ന ചേഞ്ച് വേരിയേഷൻ 20 26 മാറുന്നു, അപ്പോഴിവിടെ 6 വരും. അതുപോലെ 26 31 മാറുന്നു, അപ്പോൾ 5 വരും. ചേഞ്ച് ഇൻ ടി സി ആണ് എം സി വരുന്നത്. ആക്ച്വലി അതിൻ്റെ ഇക്വേഷൻ ചേഞ്ച് ഇൻ ടി സി ബൈ ചേഞ്ച് ഇൻ ഉൽപ്പന്നം. ടോട്ടൽ കോസ്റ്റിന് ഉൽപ്പന്നത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റിൽ വരുന്ന മാറ്റമാണ് എം സി. ഒരധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന അധിക ചിലവാണ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ. പിന്നെ അത് നമുക്ക് സിംപ്ലി എപ്പോഴും അധികം ഒരു യൂണിറ്റ് എന്ന് വരുന്നത് കൊണ്ട് അങ്ങനെ ജസ്റ്റ് ചേഞ്ച് ടി സി ഇട്ടാലും കിട്ടും. എ വി സിയുടെ ഷേപ്പ് ഓർത്ത് നോക്കിയാൽ ഇതാ യു ഷേപ്പാണ്. എ വി സി യു ഷേപ്പ്. എ സി യു ഷേപ്പായിട്ടാണ് വരുന്നത്. എം സി യു ഷേപ്പാണ്. എ സി എം സി യു ഷേപ്പാണ്. എം സിയും എ വി സിയും അല്ല എം സി എ സിയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചേക്കാം എക്സാമിൽ. 2 യു ഷേപ്പാണ്. പ്രത്യേക ആ യു ഷേപ്പിൽ ഓർക്കുക. ആദ്യം എ സി ആണ് വരയ്ക്കേണ്ടത്. എ സിയുടെ മിനിമം പോയിന്റിലൂടെയാണ് എം സി കട്ട് ചെയ്ത് പോകേണ്ടത്. മാറിപ്പോകരുത് കുട്ടികളെ. ആദ്യം ഇതുപോലെ പിന്നെ എ സി അല്ലെങ്കിൽ എ വി സി വരയ്ക്കുക. അതിൻ്റെ ഈ മിനിമം പോയിന്റ് മാർക്ക് ചെയ്യുക. അതിലേ കൂടിയാണ് എം സി കട്ട് ചെയ്ത് പോകേണ്ടത്. മാറിപ്പോകരുത്. ഇത് പേര് മാർക്ക് ചെയ്യാനും ചോദിക്കും. ആദ്യം എ സി അല്ലെങ്കിൽ എ വി സി വരയ്ക്കുന്നു. അതിൻ്റെ മിനിമം പോയിന്റിലൂടെ എം സി കട്ട് ചെയ്ത് പോവുക. ആദ്യം എം സി വരയ്ക്കരുത് കേട്ടോ, മാറിപ്പോകരുത്. ആദ്യം എ ബി സി വരയ്ക്കുന്നു. അതിൻ്റെ മിനിമം പോയിന്റിലൂടെ എം സി കട്ട് ചെയ്ത് പോകുന്നു. ഓക്കെ. മിനിമം പോയിന്റ് മാർക്ക് ചെയ്ത് അതിലേ കൂടി കട്ട് ചെയ്ത് പോകുന്നു. ഇത് ലോങ് റണ്ണിൽ വരുമ്പോഴുള്ളതാണ്. ലോങ് റണ്ണിലും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ആദ്യം എ സി എ സി വരയ്ക്കുന്നു. അതിൻ്റെ മിനിമം പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോകും. ഇതാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് എന്നൊക്കെ പറയുന്നത്. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നില്ലേ, ആ പോയിന്റ് അതാണ്. ഓക്കെ.
ദെൻ അപ്പോൾ ഇത് ഇനി 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സിറ്റുവേഷനാണ്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സിറ്റുവേഷൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചോളൂ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. പിന്നെ അതുപോലെ TR കർവിൻ്റെ ഷേപ്പ് 45 ഡിഗ്രി ലൈൻ TR കർവ് വരുന്നു. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സിറ്റുവേഷൻ AR MR പ്രൈസ് ലൈൻ എല്ലാം സെയിം ആണ്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, മാറിപ്പോകരുത്. ഒരു സമ്മറി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നതാണ്. പിന്നെ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സിറ്റുവേഷനിൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം വരയ്ക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഇതാ MR കർവ് വരക്കുന്നു. MR AR P എല്ലാം സെയിം ആണ്, സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നു. പിന്നെ നമ്മൾ MC കർവ് ഇതിലേക്ക് കൂടി വരച്ച് ഇതിലേക്ക് കൂടി പോകുന്നു. ഇവിടെ ഇക്വിലിബ്രിയം മാർക്ക് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇവിടെ AVC വരക്കുന്നു, AC വരക്കുന്നു. ACയുടെ മിനിമം പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു, അവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇത് ACയുടെ മിനിമം പോയിൻ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇത് മൊത്തം, ഇത് പ്രൈസാണ്, ഇത് ഉൽപ്പന്നമാണ്. അപ്പോൾ ഇത് മൊത്തമാണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത്. ഈ മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ACയുടെ മിനിമം പോയിന്നിടത്ത് ഇത്രയാണ് കോസ്റ്റ്. അപ്പോൾ ഈ മൊത്തം റവന്യൂവിൽ നിന്ന് ഈ കോസ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്ന ഇതാണ് പ്രോഫിറ്റ്. ഇത് മാറിപ്പോകരുത്, ഷോർട്ട് റണ്ണിലുള്ളതാണ്. ആൻഡ് ദെൻ ലോങ് റണ്ണിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ലോങ് റണ്ണിൻ്റെയും വരക്കാം. ലോങ് റണ്ണ് ഇങ്ങനെ നമുക്ക് വരച്ചാൽ മതി. ലോങ് റണ്ണ് ഇതാ ലോങ് റണ്ണ് നമ്മുടെ MR കർവ് ഇതുപോലെ വരക്കാം. MR അല്ലെങ്കിൽ P പിന്നെ പ്രൈസ് ലൈൻ അല്ലെങ്കിൽ AR കർവ് ഇങ്ങനെ വരക്കാം. പിന്നെ MC കർവ് ഇങ്ങനെ വരക്കുന്നു, ഇവിടെ ഇക്വിലിബ്രിയം സംഭവിക്കുന്നു. പിന്നെ AC കർവ് ഇവിടെ വരക്കുന്നു. ഇതാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് നേരത്തെ പറഞ്ഞത്. ലോങ് റൺ ഇക്വിലിബ്രിയം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരും ഇങ്ങനെ വരച്ചാൽ മതി. പ്രോഫിറ്റ് ഒന്നും കാണിക്കുക, ദാറ്റ് ഈസ് നോർമൽ പ്രോഫിറ്റാണ് കിട്ടുന്നത് ലോങ് റണ്ണിൽ. ഷോർട്ട് റണ്ണിൽ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. റവന്യൂ മൈനസ് കോസ്റ്റ് വന്നിട്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഷോർട്ട് റണ്ണിലേ കിട്ടൂ. ഇവിടെ ലോങ് റൺ ആകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ MR കർവ്, ഇത് MR, ഇവിടെ MR എന്നില്ലേ, MR കർവ്, MRും കൂടി മാർക്ക് ചെയ്ത് വെക്കാം. MR വരുന്നു. പ്രൈസ് ഈ എഴുതിയിരിക്കുന്ന ഈ പോയിൻ്റാണ്. P ഈസ് ഈക്വൽ ടു മിനിമം LIC എന്നത് ഈ പോയിൻ്റാണ് കേട്ടോ. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് MR കർവ് കാണിക്കുന്നതാണ്, പ്രൈസ് ലൈൻ കാണിക്കുന്ന AR കർവ് കാണിക്കുന്നതാണ്. പിന്നെ MC ഇങ്ങനെ വരക്കുന്നു, ഇവിടെ ഇക്വിലിബ്രിയം സംഭവിക്കുന്നു, ഇതിലെ കൂടി AC പോകുന്നു. ACയുടെ മിനിമം പോയിൻ്റ് അവിടെ പ്രൈസ് ഇതാണ് നമ്മുടെ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതാണ് ലോങ് റൺ ഇക്വിലിബ്രിയം ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സിറ്റുവേഷന്. ഇതേപോലെ നമുക്ക് വരക്കാം. ഇതാ നമുക്ക് നോക്കിയേ, ഇവിടെ നോക്കിയേ, ഈ ടേബിൾ നോക്കിയേ, അടച്ചുപൂട്ടൽ ഷട്ട് ഡൗൺ പോയിന്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഹ്രസ്വ കാലയളവിൽ ഷട്ട് ഡൗൺ പോയിന്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു AVCയുടെ മിനിമം ആൻഡ് ദെൻ ദീർഘകാലയളവിൽ LRIC ലോങ് റൺ AC. അല്ല ഇങ്ങനെ പഠിച്ചാൽ മതി, ഷോർട്ട് റണ്ണിൽ AVC അല്ലെങ്കിൽ ലോങ് റണ്ണിൽ AC എന്ന് പഠിച്ചാൽ മതി. ലോങ് റൺ ആണ് LRAC. അപ്പോൾ ലോങ് റണ്ണിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു ACയുടെ മിനിമം പോയിന്റ്, ഹ്രസ്വ കാലയളവിൽ ഷോർട്ട് റണ്ണിൽ AVC. കാരണം ഷോർട്ട് റണ്ണിൽ വേരിയബിളും ഫിക്സ്ഡ് എന്നുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ലോങ് റണ്ണിൽ എല്ലാം കൂടി ഒന്നേ ഉള്ളൂ, എല്ലാം വേരിയബിളാണ്. അതുകൊണ്ട് കോസ്റ്റ് എന്നേ പറയണ്ടു, ആവറേജ് കോസ്റ്റ് എന്ന്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഷട്ട് ഡൗൺ പോയിന്റുമായി ബന്ധപ്പെട്ട്. പിന്നെ ബ്രേക്ക് ഈവൺ പോയിന്റ് എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലേ. ബ്രേക്ക് ഈവൺ പോയിന്റ് TR ഈസ് ഈക്വൽ ടു TC എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ഈവൺ പോയിന്റ് ഇതാ TR ഈസ് ഈക്വൽ ടു TC ബ്രേക്ക് ഈവൺ പോയിന്റ്. നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ. ഒരു ഉൽപ്പാദക യൂണിറ്റ് പ്രധാന വക്രത ഡിറ്റർമിനൻസ് ഓഫ് ഫേം സപ്ലൈ കർവ്. ഫേമിൻ്റെ സപ്ലൈ കർവിനെ ബാധിക്കുന്ന ഘടകങ്ങൾ പ്രൈസ് ഓഫ് എ കമോഡിറ്റി, പിന്നെ ടെക്നിക്കോ പ്രൊഡക്ഷൻ, യൂണിറ്റ് ടാക്സ്, ഇൻപുട്ട് പ്രൈസ്. ഇൻപുട്ട് പ്രൈസ്, യൂണിറ്റ് ടാക്സ്, അതുപോലെ ഇൻപുട്ട് പ്രൈസ്, നിവേശങ്ങളുടെ വില. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ സപ്ലൈ കർവിൻ്റെ ഇലാസ്റ്റിസിറ്റി കാണുന്ന ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിസിറ്റിയുടെ അതേ ഇക്വേഷൻ തന്നെയാണ്. സപ്ലൈയും പ്രൈസും തമ്മിൽ പോസിറ്റീവ് റിലേഷനാണ്, ഡിമാൻഡും പ്രൈസും തമ്മിൽ നെഗറ്റീവ് റിലേഷനാണെന്നേ ഉള്ളൂ. അപ്പോൾ അതും പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്ന 3 മെത്തേഡ് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ വരാൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഡിമാൻഡ് കർവ് സപ്ലൈ കർവും ഈക്വൽ ആവുന്ന പോയിന്റ് E എന്ന പോയിന്റ്, P സ്റ്റാർ ഇക്വിലിബ്രിയം പ്രൈസ്, Q സ്റ്റാർ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇങ്ങനെ ഇതും നോക്കി വെക്കാം. ഇതുപോലെ ഇനി ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം ചോദിച്ചാൽ ഇത് തന്നെ എഴുതി വെക്കുക കേട്ടോ. ഈവൻ നിങ്ങൾ മാക്രോ ഇക്കണോമിക്സിൽ എക്സ്ചേഞ്ച് റേറ്റ് പിന്നെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിന് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്ന ചോദിച്ചാലും ഗ്രാഫ് ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പ്രൈസ് എന്ന് മാർക്ക് ചെയ്യുന്ന അവിടെ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഒരു മാർക്കറ്റിൽ ഇക്വിലിബ്രിയം ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നിടത്ത് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വരുന്നേ ഉള്ളൂ.
പിന്നെ ഇതുപോലെ പ്രൈസും ക്വാണ്ടിറ്റിയും ഡിമാൻഡ് ഇക്വേഷനും സപ്ലൈ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും തന്നുകൊണ്ട് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണാൻ വേണ്ടിയുള്ള ഇന്നലെ മോഡൽ എക്സാമിൻ്റെ ഡിസ്കസ് ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ട്. QD = QS, QD = QS എന്ന് എഴുതുന്നു. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ മാച്ച് ചെയ്യുന്നു, നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാന സമ്മറി ഇപ്പോൾ പറഞ്ഞു പോകാം. പിന്നെ വാട്ട് ഹാപ്പൺ ടു ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി വെൻ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്, സപ്ലൈ കർവ് ഷിഫ്റ്റ് എന്നൊക്കെ ചോദിച്ചേക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഡിമാൻഡ് സപ്ലൈയും വരയ്ക്കുക. പിന്നെ ഏതാണ് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഷിഫ്റ്റ് ചെയ്തിട്ട് വലതുവശത്തേക്ക് കൂടുകയാണെങ്കിൽ വലതുവശത്തേക്ക്, കുറയുകയാണെങ്കിൽ ഇടതുവശത്തേക്ക് വരച്ചിട്ട് പ്രൈസിനും ക്വാണ്ടിറ്റിക്കും എന്ത് സംഭവിക്കുന്നു എന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഗൈഡ് ബുക്ക് വെച്ചിട്ട് നോക്കിയതാണ്. ദെൻ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്രോ ഇക്കണോമിക്സിലേക്ക് പോകുകയാണെങ്കിൽ മാക്രോ ഇക്കണോമിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം, എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് ചോദിക്കാം. JM കെയ്ൻസിൻ്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന ബുക്ക് പബ്ലിഷ് ചെയ്ത വർഷം 1936, 1936. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. പിന്നെ 4 സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി, ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ എന്നുള്ളത്. പിന്നെ ക്ലോസ്ഡ് ഇക്കോണമി ആൻഡ് ഓപ്പൺ ഇക്കോണമി. മറ്റ് രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധം നിലനിർത്തുന്ന രാജ്യമാണ് ഓപ്പൺ ഇക്കോണമി. അങ്ങനെ ഇല്ലാത്ത രാജ്യം ക്ലോസ്ഡ് ഇക്കോണമി, നമുക്കറിയാലോ. ആൻഡ് ദെൻ അത് ഓർത്ത് വെക്കുക. മാക്രോ ഇക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്റർ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫൈനൽ ഗുഡ്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, കൺസംഷൻ ഗുഡ്, നാഷണൽ ഇൻകം, ഇങ്ങനെയുള്ള കോൺസെപ്റ്റൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വിത്ത് എക്സാമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. പിന്നെ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP, 3 മെത്തേഡ്സ്, പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ആ 3 മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിധമൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടതാണ്, അതിൻ്റെ ഇക്വേഷൻ. പിന്നെ സർക്കുലർ ഫ്ലോ പ്രധാനപ്പെട്ടതാണ്. സർക്കുലർ ഫ്ലോ, ഹൗസ് ഹോൾഡ്, ഫേം വെച്ചുകൊണ്ട് സർക്കുലർ ഫ്ലോ ഉള്ളതൊന്ന് ജസ്റ്റ് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ വരുന്ന പ്രധാനമായിട്ട് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP ഈ ഇക്വേഷൻ ഓർക്കണം കേട്ടോ. പ്രോഡക്റ്റ് മെത്തേഡ് അല്ല ഔട്ട്പുട്ട് മെത്തേഡിൽ ഉൽപ്പന്ന രീതിയിൽ ഗ്രോസ് വാല്യൂ ആഡഡ് കാണുന്ന 2 വിധമാണ്. QI - ZI, VI + AI - ZI. മൊത്തം ഉൽപ്പന്നത്തിൽ നിന്നും നമ്മൾ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ മൈനസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള 2 മെത്തേഡ് ഇക്വേഷനായത്, അത് ഓർത്ത് വെക്കണം. ഫൈനൽ ഇക്വേഷൻ നമ്മുടെ GDP = സിഗ്മ GVAI. ഈ ഇക്വേഷനൊക്കെ എഴുതാൻ ശ്രദ്ധിക്കണം. അത് മൊത്തത്തിൽ അതുപോലെ മറ്റ് 2 റവന്യൂ മെത്തേഡിലെയും എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെയും ആ ഇക്വേഷനും ഒന്ന് നമ്മൾ മനസ്സിലൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. അത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഫൈനൽ ഇക്വേഷൻ കൂടി എഴുതുമ്പോഴാണ് നമ്മുടെ ആൻസർ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. എപ്പോഴും നമ്മുടെ എക്കണോമിക്സിൽ ആൻസർ ഇതാ, ഈ 3 ഇക്വേഷനും കൂട്ടി സമ്മർ ഇതാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതാ GDP കാണുന്ന 3 രീതിയാണ്. ഫസ്റ്റ് GDP = GVA, I എന്നിടുമ്പോഴാണ് I = 1 to n എഴുതുന്നത്. പിന്നെ ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ് C + I + G + X - M. അതുപോലെ വരുമാന രീതി, റവന്യൂ മെത്തേഡ് W + R + IN + P. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നേക്കാം കേട്ടോ. ഇത് തന്നിട്ട് നമുക്ക് GDP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 ഇക്വേഷനും അറിഞ്ഞിരിക്കുക. ഇക്വേഷൻ എഴുതുക, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയും നമ്മൾ വേണ്ടു. പിന്നെ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ GDP ഡീഫ്ലാറ്റർ, നോമിനൽ GDP, റിയൽ GDP ഡീഫ്ലാറ്റർ. നോമിനൽ GDP ആണ് ക്യാപിറ്റൽ ലെറ്റർ GDP സ്മോൾ ലെറ്റർ GDP. ഇത് പെർസെൻറ്റേജ് ഇട്ടാലും ഇട്ടില്ലെങ്കിൽ ഇത് രണ്ടും ശരിയാണ് കേട്ടോ. പിന്നെ GDP ആൻഡ് വെൽഫെയർ എന്നുള്ള കാര്യം, GDPയും വരുമാന വിതരണത്തിലെ അസമത്വം, ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതുപോലെ തന്നെ GDP ധനേതര, നോൺ മോണിറ്ററി എക്സ്ചേഞ്ച്. അതുപോലെ ഹാംഫുൾ ഗുഡ്സ്, മദ്യമയക്കുമരുന്ന്. അതായത് GDP എക്സ്റ്റേണാലിറ്റി മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടില്ലേ, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഇതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രോപ്പറായി മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് GDP കാൽക്കുലേഷൻ 100% കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ്. പിന്നെ മണി ആൻഡ് ബാങ്കിങ്ങിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പ്രധാനമായും പണത്തിൻ്റെ ധർമ്മങ്ങൾ, ബാട്ടർ സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ വളരെ സിമ്പിളാണ് കേട്ടോ. പണത്തിൻ്റെ ധർമ്മങ്ങൾ ചോദിക്കുമ്പം പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ എഴുതുക, ക്ലാസിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ, അതൊക്കെ സിമ്പിളാണ്, അതിന് പറയേണ്ട കാര്യമില്ല. അതുപോലെ
റിസർവ് ബാങ്കിൻ്റെ സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ, അതുപോലെ മോണിറ്ററി പോളിസീസ് ഓഫ് RBI. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് മോഡൽ എക്സാമിൻ്റെ ഡിസ്കസ് ചെയ്യുമ്പം ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് CRR, SLR, ബാങ്ക് റേറ്റ്. ക്വാളിറ്റേറ്റീവ് വരുമ്പോൾ നമ്മൾ മോറൽ സുവേഷൻ, പീനൽ ആക്ഷൻ, പണിഷ്മെൻറ്റ്, അതുപോലെ പബ്ലിസിറ്റി, അതുപോലെ പണത്തിൻ്റെ മൾട്ടിപ്ലയർ, നമ്മൾ മണി മൾട്ടിപ്ലയർ ഇക്വേഷൻസൊക്കെ. പണ ഗുണാങ്കം 1/CRR ഓർത്ത് വയ്ക്കുക. ഇത് 1/CRR എന്നുള്ള നമ്മൾ പണത്തിൻ്റെ മൾട്ടിപ്ലയർ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. പണ ഗുണാങ്കം 1/CRR മറന്നു പോകരുത്. പിന്നെ അതേപോലെ തന്നെ ഹൈപ്പവേർഡ് മണി ഈസ് ഈക്വൽ ടു H ഈസ് ഈക്വൽ ടു CU+R. ഇതൊക്കെ പ്രത്യേകം ഓർത്ത് വെക്കുക. പിന്നെ ലിക്വിഡിറ്റി ട്രാപ്പ് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇത് ചിലപ്പോൾ നമ്മുടെ NCERT ബുക്കുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ബുക്കിൽ ഇത് ഇല്ല, ആ രീതിയിലൊക്കെ വരുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഡിമാൻഡ് ഫോർ മണി വരുമ്പോൾ ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്കുലേറ്റീവ് ആൻഡ് പ്രിക്കോഷണറി. ചില ബുക്കിൽ പ്രിക്കോഷണറി ഇല്ല. അത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുമായി ബന്ധപ്പെട്ടാണ് ലിക്വിഡിറ്റി ട്രാപ്പ് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആകുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പിന്നെ ഇവിടെ 0 ആയിരിക്കും. ഇൻവേഴ്സ് റിലേഷനാണ്. മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുമ്പോൾ 0 ആയിരിക്കും. മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റി. രാജവൻ അതായത് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് മിനിമം, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഇൻഫിനിറ്റ്ലി ലാർജ്. അതാണ് ഇങ്ങനെ അനന്തമായി പോകുന്നത്. പലിശ നിരക്ക് ഏറ്റവും താഴ്ന്ന വിധാനത്തിലാകുമ്പോൾ പണത്തിൻ്റെ ഊഹക്കച്ചവടം, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പൂർണ്ണമായും ഇലാസ്തികമാവുന്നു. അറ്റ് ദ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അനന്തമായി നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു. മൊത്തം ഡിമാൻഡ് ഫോർ മണിയാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി R മാക്സിമം മൈനസ് R/R മൈനസ് R മിനിമം. ഇതൊക്കെ പറ്റുന്നത് ഓർക്കുക കേട്ടോ. ലാസ്റ്റ് നിമിഷം ഒന്നും ടെൻഷൻ ആവേണ്ടെന്ന് ഒരാവശ്യമില്ല. അതുപോലെ തന്നെ 4ാമത്തെ ചാപ്റ്ററിൽ വരുവാണെങ്കിൽ, അതായത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ചാപ്റ്റർ വരുവാണെങ്കിൽ, കൺസംഷൻ ഇൻകം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കൺസംഷന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് Y ഈസ് ഈക്വൽ ടു C+S. അത് നമ്മൾ എക്സാൻഡേ ആൻഡ് എക്സ്പോസ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട്. എക്സാൻഡേ മീൻസ് പ്ലാൻഡ്, എക്സ്പോസ്ഡ് മീൻസ് ആക്ച്വലി. അതിൽ ഓർക്കേണ്ട കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം. MPC ഡെൽറ്റ C/ഡെൽറ്റ Y, സ്മോൾ ലെറ്റർ C എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ MPS എന്ന് പറയുമ്പോൾ ഡെൽറ്റ S/ഡെൽറ്റ Y, സ്മോൾ ലെറ്റർ S. MPC പ്ലസ് MBS നോക്കൂ. MPC പ്ലസ് MBS ഈസ് ഈക്വൽ ടു 1 ഓർ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ കിട്ടിയാൽ തന്നെ MBC ഈസ് ഈക്വൽ ടു 1 - MBS, MBS ഈസ് ഈക്വൽ ടു 1 - MBC. അത് മനസ്സിലോർത്ത് വെക്കുക. സിമ്പിളാണ്. പിന്നെ ഇവിടെ ഒരു ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക കുട്ടികളെ. നമ്മൾ സപ്ലൈ കർവ് ആൻഡ് ഡിമാൻഡ് കർവ് മൈക്രോ ഇക്കണോമിക്സ് പഠിച്ചതുപോലെ മാക്രോ ഇക്കണോമിക്സിൽ AS ആഗ്രിഗേറ്റ് സപ്ലൈ കർവാണിത്. Y ഇൻകം ലൈനും അതാണ് കാണിക്കുക C+S. AD കർവ് ഇതാണ്. AD കർവ് ഇവിടുന്നാണ് തുടങ്ങുന്നത്. കാരണം വരുമാനം 0 ആണെങ്കിലും മിനിമം ഇവിടെ വരുമാനം X ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു, X ആക്സിസും Y ആക്സിസും മാർക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. ഇവിടെ ആഗ്രിഗേറ്റ് സപ്ലൈയും ആഗ്രിഗേറ്റ് ഡിമാൻഡും. ഇത് ആഗ്രിഗേറ്റ് സപ്ലൈ ഇത് ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. Y ഈസ് ഈക്വൽ C+S. ആഗ്രിഗേറ്റ് സപ്ലൈ AS ഈസ് ഈക്വൽ ടു Y ആണ് കേട്ടോ. ഇത് ഈസ് ഈക്വൽ ടു AS എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അതിന് പറ്റുന്നുള്ളൂ. ഈസ് ഈക്വൽ ടു AS എന്ന് എഴുതാം. പിന്നെ ഇത് AD കർവ് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻകം 0 ആണെങ്കിൽ മിനിമം കൺസംഷൻ നടക്കും. കൺസംഷന് വേണ്ടി ആഗ്രിഗേറ്റ് ഡിമാൻഡ് നടക്കുന്നു. ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഡിമാൻഡും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡും ചേർന്ന സേവിങ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റായി കൺവേർട്ട് ചെയ്യുന്നത്. അതൊന്നും നിങ്ങളിപ്പോൾ കോംപ്ലിക്കേഷൻ ഓർക്കണ്ട. ഇത് AS കർവ് ഇങ്ങനെ 45 ഡിഗ്രി ലൈൻ വരക്കുന്നു. AD കർവ് മുകളിൽ നിന്ന് വരക്കുന്നു. ഇതാണ് ഈക്വിലിബ്രിയം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഏതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്? ഡയഗ്രാം, അതായത് സന്തുലിതാവസ്ഥ. ഇങ്ങനെ 2 സെക്ടർ മാക്രോ ഇക്കണോമിക്സ് മോഡലിൽ സന്തുലിതാവസ്ഥ നമ്മൾ കാണിക്കുന്നതാണ് ഈക്വിലിബ്രിയം സിറ്റുവേഷൻ. അതായത് മാക്രോ ഇക്കണോമിക്സിലെ സമ്പദ് വ്യവസ്ഥയിലെ സന്തുലിത വരുമാനവും ഉൽപ്പന്നവും. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട്. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ 2 സെക്ടർ ഇക്കോണമി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം. ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട്, അതായത് ഒരു 2 സെക്ടർ മാക്രോ ഇക്കണോമിക്സ് മോഡലിലെ ഒരു 2 സെക്ടർ ഇക്കോണമിയിലെ 2 സെക്ടർ 3 സെക്ടർ ആയാലും 4 സെക്ടർ എല്ലാത്തിലും, അല്ലാതെ ഓപ്പൺ ഇക്കോണമി ആയാലും എല്ലാം ഗ്രാഫ് ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഈ എഴുതുന്ന ADയിലൊക്കെ മാറ്റം വരുന്നേ ഉള്ളൂ. പക്ഷേ ഗ്രാഫ് ഇത് തന്നെയാണ്. അതായത് മാക്രോ ഇക്കണോമിക് മോഡലിന് സന്തുലിത വരുമാനവും സന്തുലിത ഉൽപ്പന്നവും മാർക്ക് ചെയ്യുന്ന ഇക്വിലിബ്രിയം പോയിന്റ്. മാക്രോ ഇക്കണോമിക്സ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് മനസ്സിൽ ഓർക്കുക. AS കർവ് വരക്കുക, AD കർവ് മുകളിൽ നിന്ന് വരക്കുക. ഇത് ഇക്വിലിബ്രിയം. AD മുകളിലും AS താഴെയാകുമ്പോൾ AD ഗ്രേറ്റർ ദാൻ AS. എക്സസ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്
ഇവിടെ എത്തുമ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. ഇവിടെ എക്സസ് ആഗ്രിഗേറ്റ് സപ്ലൈ ആണ് വരുന്നത്. ഈ പോയിന്റ് പറയുന്ന പേരാണ് ഇഫക്റ്റീവ് ഡിമാൻഡ്. ഈ ഈക്വിലിബ്രിയം പോയിന്റ് പറയുന്ന പേരാണ് ഇഫക്റ്റീവ് ഡിമാൻഡ്. ഓക്കെ. അതുപോലെ ഈക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. y ഡാഷ് ഈസ് ഇക്വൽ സി ഡാഷ് പ്ലസ് ഐ ഡാഷ് ബൈ 1 മൈനസ് സി. 1 മൈനസ് സി എന്ന് പറഞ്ഞാൽ MPC ആണ്. ഇതൊന്ന് മനസ്സിലോർത്ത് വെക്കണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ കുറേ ഗ്രാഫൊന്നും ഓർത്ത് കൺഫ്യൂഷൻ ആവേണ്ട. പിന്നെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ. സമ്പാദ്യത്തിൻ്റെ വിരോധാഭാസം പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ വ്യക്തികളും സമ്പാദ്യം വർദ്ധിപ്പിച്ചാൽ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം സമ്പാദ്യം വർദ്ധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എല്ലാ വ്യക്തികളും മാക്സിമം സേവ് ചെയ്താൽ ടോട്ടൽ സേവിങ് വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെ സംഭവിക്കില്ല. എല്ലാവരും കൂടുതൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കൺസംഷൻ കുറയും. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. അപ്പോൾ ഇൻഡയറക്റ്റ്ലി അത് നമ്മുടെ മറ്റ് പല വ്യക്തികളുടെയും ഇൻകത്തിനെ കുറക്കും. അപ്പോൾ എല്ലാ വ്യക്തികളും അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചാൽ മൊത്ത സമ്പാദ്യം വർദ്ധിക്കില്ല. ഒന്നിക്കൽ കുറയും, അല്ലെങ്കിൽ മാറ്റമില്ലാതെ നിൽക്കും. അതാണ് സമ്പാദ്യത്തിൻ്റെ വിരോധാഭാസം. അതായത് എവറി ഇൻഡിവിജ്വൽ ട്രൈ ടു ഇൻക്രീസ് ദിയർ സേവിങ്, ദ ആഗ്രിഗേറ്റ് സേവിങ് ഒരിക്കലും വിൽ നെവർ ഇൻക്രീസ്, ഐദർ ഡിക്രീസ് ഓർ ഡിമിനിഷിങ് ഓർ റിമൈനിങ് ദ സെയിം. ഒന്നിക്കൽ മാറ്റമില്ലാതെ നിൽക്കും, അല്ലെങ്കിൽ കുറയും, ഡിക്രീസ് ചെയ്യും, ഡിമിനിഷ് ചെയ്യും, ഒരിക്കലും വർദ്ധിക്കില്ല. അതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. എല്ലാ വ്യക്തികളും അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ മൊത്ത സമ്പാദ്യം വർദ്ധിക്കില്ല, ഒന്നിക്കൽ കുറയും, അല്ലെങ്കിൽ മാറ്റമില്ലാതെ നിൽക്കും. ഈ ഗ്രാഫ് നോക്കിയാൽ പ്രധാനപ്പെട്ട AD മേയേഴ്സും കൂടി വരക്കുന്നത് AD ഈക്വൽ A ഡാഷ് പ്ലസ് CY. ഈ A ഡാഷ് എന്ന് പറഞ്ഞാൽ C ഡാഷ് പ്ലസ് I ഡാഷ് മാത്രമായിരിക്കും 2 സെക്ടർ ഇക്കോണമിയിൽ. 3 സെക്ടർ വരുമ്പോൾ വേറെ കുറേ വരും കേട്ടോ. ഗവൺമെൻറ്റൊക്കെ വരുന്നതാണല്ലോ 3 സെക്ടർ. എന്തായാലും ഈ ഗ്രാഫ് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് നോക്കണം. ഗവൺമെൻറ് ബജറ്റ് വരുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ് ബജറ്റ് വരുമ്പോൾ റവന്യൂ ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റൊക്കെ ഉണ്ട്. ബജറ്റിൻ്റെ ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്, ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്, സ്കോപ്പ് ഓഫ് ഗവൺമെൻറ് ബജറ്റ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. അലോക്കേഷൻ ഫങ്ഷൻ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, അലോക്കേഷൻ ഫങ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, പുനർവിതരണം, സ്ഥിരത, സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ കേട്ടോ. അത് ഫങ്ഷനായിട്ട് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ സ്കോപ്പായിട്ട് ചോദിച്ചേക്കാം, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ചോദിച്ചേക്കാം. എങ്ങനെ ചോദിച്ചാലും അലോക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റെബിലൈസേഷൻ. ഓക്കെ. അപ്പോൾ ഇത് പ്രധാന ഓർത്ത് കോമ്പോണൻസ് ഓഫ് ഗവൺമെൻറ് ബജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റവന്യൂ ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റ്, റവന്യൂ ബജറ്റിൽ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും, മൂലധന ബജറ്റിൽ മൂലധന വരുമാനവും മൂലധന ചെലവും, അതുപോലെ മൂലധന വരുമാനത്തിൽ ഏതൊക്കെ വരുന്നു, നികുതിയേതര വരുമാനങ്ങൾ, അതുപോലെ റവന്യൂ ചെലവുകളിൽ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതുപോലെ ക്യാപിറ്റൽ ബജറ്റ്. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കെ, മറന്നു പോയരുത്. പിന്നെ മൾട്ടിപ്ലയർ കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറയാൻ വിട്ടുപോയി. 1/1 മൈനസ് സി എന്നുള്ള മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. 1/1 - c. അത് പ്രധാനമാണ്. ഇവിടെ പല വിധത്തിൽ അത് ചോദിച്ചേക്കാം. അത് ഇക്വേഷൻ എവിടെയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു സമ്മറി എന്നുള്ള രീതി ഇത് മറ്റേ ചാപ്റ്ററിൽ അതേ ഷിഫ്റ്റൊക്കെ സംഭവിക്കുമ്പോൾ ഉള്ളതൊക്കെ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാകും. അതായത് നമ്മുടെ മൈക്രോ ഇക്കണോമിക്സ് ഡിമാൻഡ് സപ്ലൈ ഷിഫ്റ്റ് ആവുന്നില്ലേ, അതേപോലെ തന്നെ AD മേയേഴ്സ് കർവ് ഇവിടെയുണ്ട്. AD വർദ്ധിക്കുകയാണെങ്കിൽ അപ്പോൾ പാരലൽ ഷിഫ്റ്റ്, അതായത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഓട്ടോണമസ് ഡിമാൻഡിൽ ഏത് കൺസംഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓട്ടോണമസ് ഫാക്ടറിൽ മാറ്റം വരുമാണ് പാരലൽ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ഇങ്ങോട്ട് വരുവായി, ഈ ഒറിജിനൽ പോയിന്റിൽ തന്നെ ഇങ്ങോട്ട് വരും. ഓട്ടോണമസ് ആയതുകൊണ്ട് പാരലൽ ഷിഫ്റ്റ് സ്ലോപ്പിൽ മാറ്റം വരുന്നില്ല. ഇത് ഷിഫ്റ്റൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. എന്തായാലും നമ്മൾ മനസ്സിലൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതലായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ കോംപ്ലിക്കേറ്റ് ആയിട്ടൊന്ന് ലാസ്റ്റ് ഇത് ഇൻഡ്യൂസ്ഡ് ഫാക്ടറിൽ മാറ്റം വരുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരും കേട്ടോ. ഇവിടുന്ന് തന്നെ ഓട്ടോണമസ് ആണെങ്കിൽ പാരലായിട്ടുള്ള ഷിഫ്റ്റാണ് സംഭവിക്കുക. അത് പ്രധാനമായിട്ട് ഓർക്കുക. പിന്നെ നമ്മുടെ ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്യുന്ന വഴികൾ, ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് കമ്മി കുറയ്ക്കാൻ പറ്റുക? കാര്യക്ഷമമായി നമ്മൾ നികുതി വരുമാനം പിരിച്ചെടുക്കുക, ഗവൺമെൻറ്റിൻ്റെ പാഴ്ചെലവുകൾ കുറയ്ക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കുക, അതായത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ അൺവാണ്ടഡ് എക്സ്പെൻഡിച്ചർ, വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, പിന്നെ നമ്മൾ വരുമാനം കൂടുതൽ കാര്യക്ഷമമായി നികുതി പിരിച്ചെടുക്കുക, അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക. ഇത് ചോദിച്ചേക്കാം കേട്ടോ. ഡെഫിസിറ്റ് കുറക്കാനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന്
പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ വരുവാണെങ്കിൽ നമ്മൾ ഓപ്പൺ ഇക്കോണമി വരുമ്പോൾ അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഈ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കണേ. ഇത് പ്രോഡക്റ്റ് മാർക്കറ്റ്, ഫാക്ടറി മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ലിങ്കേജസ്, കണക്ഷൻസ്, തുറന്ന ഓപ്പൺ ഇക്കോണമിയാണ് ഇത് വരുന്നത്. ഇതിൽ പ്രധാനമായും ഈ എക്സാമിന് റിപ്പീറ്റഡ്ലി ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അതിൽ ഫിക്സ്ഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഇതാ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്ന ഗ്രാഫ്. ഓക്കെ, നോക്കിയേ ഈ ഗ്രാഫ് നോക്കിയേ. വിദേശ കറൻസിയുടെ ചോദനവും പ്രധാനവുമാണ്. ഇവിടെയാണ് ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയ നിരക്ക് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. കണ്ടോ ഈ ഗ്രാഫ് മറക്കരുത്. നമ്മൾ മൈക്രോ ഇക്കണോമിക്സിൽ വരച്ച അതേ ഗ്രാഫല്ലേ. ഡിമാൻഡ് സപ്ലൈയും, പക്ഷേ ഇത് ഫോറിൻ കറൻസിയുടേതാണ്. ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ മൈക്രോയിൽ കണ്ടതുപോലെ തന്നെ ഡിമാൻഡ് കർവ് ഇതാ D1 ഷിഫ്റ്റ് ആവുന്നു. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൽ വർധനവ് വരുന്നു. എക്സ്ചേഞ്ച് റേറ്റ് ഈ സ്മോൾ ലെറ്റർ. ഓക്കെ, എന്താ വിദേശ കറൻസിയുടെ ചോദനവും പ്രധാനവും. അപ്പോൾ ഗ്രാഫ് ഇവിടെ വരുമ്പോൾ സംശയിക്കേണ്ട, ഇങ്ങനെ വരച്ചാൽ മതി. സിമ്പിൾ ഇതാ ഈ ഒരു ഗ്രാഫ് മനസ്സിലങ്ങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് ഇക്വിലിബ്രിയം പോയിൻറ്റ്. സപ്ലൈക്ക് മൈക്രോയിൽ വരച്ച അതേപോലെ തന്നെ, പക്ഷേ ഇതാ ഡോളറിൻ്റെ ചോദനവും പ്രധാനം എന്ന് ഇവിടെ കൊടുത്ത വിനിമയ നിരക്ക് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യാൻ ചോദിച്ചാൽ ഈ ഒരു ഗ്രാഫ് അങ്ങ് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൻ്റെ പെട്ടെന്നുള്ളൊരു സമ്മറിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.